ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് തൃശ്ശൂർ വരെ പോയതാട്ടോ. പോയി വന്നപ്പോൾ കൈ നിറച്ച് സാധനങ്ങളായിട്ടാണ് തിരിച്ചു വന്നത്. ഇരുമ്പുളി, അതുപോലെ തന്നെ മറ്റേ കുടംപുളി പച്ച, അതുപോലെ തന്നെ കുടംപുളി നമ്മൾ ഉണക്കിയത് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പച്ച കുടംപുളി വെച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളത്, ചമ്മന്തി അരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ചേനയുടെ അല്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ ചേനയൊക്കെ മുളച്ച് നിറച്ച് എലി ഉണ്ടായിരുന്നു. ഇത് തോരൻ വയ്ക്കുന്ന ഷോർട്ട് വീഡിയോ, ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ചേനയുടെ ഇല. വലിയ തണ്ട് നമ്മൾ കൂട്ടാൻ വയ്ക്കില്ല, ചെറിയ തണ്ടൊക്കെ അതേ കൂടെ അരിഞ്ഞിട്ട് ഉള്ളിയിട്ട് കൂട്ടാൻ വയ്ക്കുക, തേങ്ങ ചേർക്കാതെ കേട്ടോ. അപ്പോൾ ചേനയുടെയിലൊക്കെ നിറച്ച് കിട്ടിയ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ താളിൻ്റെ തണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. താളിൻ്റെ തണ്ടിൻ്റെ പുളിങ്കറിയുടെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ വീഡിയോ എല്ലാത്തിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ. പിന്നെ കൊണ്ടുവന്നാണ് ചക്ക, 2 ചക്ക കൊണ്ടുവന്ന് ഒന്ന് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് അപ്പം തന്നെ കൈയോടെ വറുത്തു കേട്ടോ. ചക്ക വറുത്തത് ഇത്തവണ ചക്ക വറുത്തിട്ടുണ്ട്, അതിൽ വറുക്കാൻ പറ്റി ചക്ക കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഒരു ചക്ക അപ്പം തന്നെ വറുത്ത് കഴിച്ചു. അപ്പം തന്നെ ചൂടോടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വറുത്ത് അപ്പം തന്നെ കാലി ചെയ്ത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതാ ചക്കയൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചക്ക വറുക്കൽ നുറുക്കലാണ് ഒരു പണി. പിന്നെ കുരുവിനൊക്കെ നമുക്ക് വളരെയധികം വിലപിടിപ്പുള്ള ഒന്നാണ്. എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങുമ്പോഴല്ലേ കിട്ടുള്ളൂ, ഫ്ലാറ്റിലല്ലാതെ കിട്ടാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുരുവൊക്കെ തൊലി കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, വേവിച്ച് ഉപ്പൊന്നും ഇടാതെ വേവിച്ച് വെച്ചു. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് കുരുമുളകാണ്. അതുപോലെ തന്നെ കുടംപുളി, കുറേ മാങ്ങയൊക്കെ ഷേക്ക് അടിച്ച് കുടിച്ചു. ഇതൊക്കെ പഴുപ്പിക്കാൻ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ, പഴുപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ അതാ കൈ നിറച്ച സാധനങ്ങളാണ് ആയിട്ടാണ് കേട്ടോ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.